പാലക്കാട് സജീവമാകാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ. UDF നേതൃത്വത്തിന്റെ മൗനാനുവാദത്തോടെയാണ് രാഹുൽ മണ്ഡലത്തിലെത്തിയത്. പാലക്കാട് എത്തും മുൻപ് സംസ്ഥാന ജില്ലാ നേതാക്കളുമായും ചർച്ച നടത്തി. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ രാഹുൽ സജീവമാകണമെന്നാണ് DCCയും ലീഗും നിലപാടെടുത്തത്. അതേസമയം പ്രതിഷേധം തുടരാനാണ് BJPയുടെയും DYFIയുടെയും തീരുമാനം. ഇക്ബാൽ ഇറക്കലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഇക്ബാൽ, വെരി ഗുഡ് മോർണിംഗ്. ഇക്ബാൽ, പാലക്കാട് മഴയുണ്ടോ? എന്താ കാലാവസ്ഥ? കൊച്ചിയിലൊക്കെ ചെറിയ തണുത്ത മഴയുണ്ട്. അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. പാലക്കാട് നിലവിൽ മഴയൊന്നുമില്ല. നമുക്ക് ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ വളരെ തെളിഞ്ഞ ഒരു കാലാവസ്ഥയാണ്. ആളുകളെല്ലാം പുറത്ത് ജോഗിങ്ങിന് എല്ലാം ഇറങ്ങുന്ന ഒരു മേഖലയിലാണ് ഉള്ളത്. വിക്ടോറിയ കോളേജിൽ നിന്ന് ഈ മലമ്പുഴ മേഖലയിലേക്ക് പോകുന്ന റോഡിൻ്റെ തുടക്ക ഭാഗത്താണ് ഇത്. ആളുകളെല്ലാം വലിയ രീതിയിൽ മോർണിംഗ് ആക്റ്റീവായി വരികയാണ്. നിലവിൽ ഏതായാലും മഴ കൊണ്ട് പാലക്കാട്ടുകാർക്ക് യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടും ഇല്ല. അരുൺകുമാർ, ഓക്കെ. അപ്പോൾ ഇക്ബാൽ, മാനം തെളിഞ്ഞതുപോലെ രാഹുലിന്റെ വഴിയും തെളിഞ്ഞു വരികയാണോ പാലക്കാട്? അരുൺകുമാർ, തീർച്ചയായും അങ്ങനെ വേണം നിലവിൽ മനസ്സിലാക്കാൻ. രാഹുൽ ഇന്നലെ പാലക്കാട് മണ്ഡലത്തിലേക്ക് എത്തിയപ്പോൾ അത് രാഹുലിൻ്റെ മാത്രം തീരുമാനമാണ് എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ ഒരു വിവരം പുറത്തു വന്നതെങ്കിൽ, അല്ലെങ്കിൽ രാഹുലിനൊപ്പമുള്ള A ഗ്രൂപ്പ് നേതാക്കളുടെ നിർദ്ദേശപ്രകാരമാണ് രാഹുൽ വന്നതെങ്കിൽ അത്തരത്തിൽ വിവരം മാത്രമല്ല, നിലവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ പ്രകാരം സംസ്ഥാന ജില്ലാ കോൺഗ്രസ് നേതാക്കളുടെ കൃത്യമായിട്ടുള്ള ഒരു നിർദ്ദേശം, അവരുടെ എല്ലാം ഒരു മൗനാനുവാദം രാഹുൽ പാലക്കാട്ടേക്ക് എത്തുന്നതിന് രാഹുലിന് ലഭിച്ചിരുന്നു എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. മാത്രമല്ല, പ്രത്യേകിച്ചും പാലക്കാട്ടെ ജില്ലാ മുസ്ലിം ലീഗും അതുപോലെ തന്നെ DCC നേതൃത്വവും രാഹുൽ ഇനിയും മണ്ഡലത്തിൽ എത്താതിരിക്കുന്നത്, മണ്ഡലത്തിൽ ഇത്തരത്തിൽ MLA ഇല്ലാതിരിക്കുന്നതെല്ലാം വലിയ പ്രതിസന്ധി UDFനെ സംബന്ധിച്ച് ഉണ്ടാക്കും എന്നുള്ളത് നേതൃത്വത്തെ അറിയിക്കുകയായിരുന്നു. അങ്ങനെ UDF തന്നെ ഒരു ഇടപെടൽ നടത്തിക്കൊണ്ടാണ് രാഹുലിനെ പാലക്കാട്ടേക്ക് എത്തിച്ചിട്ടുള്ളതെന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. രാഹുൽ പാലക്കാട്ടേക്ക് എത്തുന്നതിന് മുമ്പ് വിവിധ നേതാക്കളുമായി ചർച്ച നടത്തിയതായിട്ടുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അതിൽ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും അവരോടെല്ലാം കൃത്യമായി തന്നെ ചർച്ച നടത്തി അവരുടെയെല്ലാം ഒരു മൗനാനുവാദം ലഭിച്ചതിന് ശേഷം, അവരുടെ എല്ലാം കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ലഭിച്ചതിന് ശേഷമാണ് രാഹുൽ പാലക്കാട്ടേക്ക് എത്തിയിട്ടുള്ളതെന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭ്യമായിട്ടുള്ള വിവരം. മാത്രമല്ല, ആദ്യഘട്ടത്തിൽ നമ്മൾ നേരത്തെ വാർത്ത റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ കഴിഞ്ഞ ശനിയാഴ്ച തന്നെ രാഹുൽ പാലക്കാട്ടേക്ക് എത്താൻ തീരുമാനിച്ചിരുന്നു. പക്ഷേ അന്ന് നേതൃത്വം കൃത്യമായിട്ടുള്ള ഒരു നിർദ്ദേശം നൽകിയിരുന്നില്ല. അതോടുകൂടിയാണ് പിന്നീട് ശനിയാഴ്ചയുള്ള യാത്ര മാറ്റിവെച്ച് പിന്നീട് ഇന്നലെ ബുധനാഴ്ചയിലേക്ക് ഈ യാത്ര വീണ്ടും എന്തായാലും ബുധനാഴ്ച തന്നെ പാലക്കാട്ടേക്ക് എത്താം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് കടക്കുന്നത്. ഏതായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുക്കാനിരിക്കെ കോൺഗ്രസിന് അല്ലെങ്കിൽ UDFന് യാതൊരു രീതിയിൽ പ്രതിസന്ധി ഉണ്ടാകുമ്പോഴുള്ള പാലക്കാട് പ്രത്യേകിച്ചും നഗരസഭാ ഭരണം തിരിച്ചുപിടിക്കാനുള്ളൊരു നീക്കത്തിലാണ് UDF ഉള്ളത്. ആ സമയത്ത് മണ്ഡലത്തിൽ MLA ഇല്ലെങ്കിൽ MLAയുടെ പേരിലുള്ള ആരോപണങ്ങൾ ചൊല്ലി വലിയ രീതിയിൽ മുന്നണി പ്രതിസന്ധിയിലാവും. ആ പ്രതിസന്ധി മാറ്റണമെങ്കിൽ MLA തന്നെ മണ്ഡലത്തിലേക്ക് എത്തണം എന്നുള്ളത് DCCയും അതുപോലെ തന്നെ ജില്ലാ മുസ്ലിം ലീഗും എല്ലാം നേതാക്കളെ അറിയിക്കുകയായിരുന്നു. ആ നേതാക്കൾ കൃത്യമായി ചർച്ച നടത്തി രാഹുലിനെ പാലക്കാട്ടേക്ക് എത്താനുള്ള ഒരു മൗനാനുവാദം നൽകി എന്നുള്ളതാണ് നിലവിൽ പുറത്തു വരുന്ന വിവരം. ഓക്കെ, താങ്ക് യു. ഇക്ബാൽ ഇറക്കലാണ് വിവരങ്ങൾ നൽകിയത്.